ഹലോ ഓൾ, നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ 5th ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2-ലെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈബ്രിഡ് പൈ മോഡൽ എന്താണെന്നും ഒരു ഹൈബ്രിഡ് പൈ മോഡൽ എങ്ങനെ വരയ്ക്കാമെന്നും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു BJT ഇക്വാലൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ, സ്മോൾ സിഗ്നൽ മോഡൽ എങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ നമ്മൾ എങ്ങനെയാണ് സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സർക്യൂട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ, എങ്ങനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ എങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇതുപോലൊരു മോഡലാക്കി മാറ്റുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ ഒന്നും കൂടിയും പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ബേസിക്കലി നമ്മൾ ഒരു സോഴ്സ് വോൾട്ടേജ് ഉണ്ടായിരുന്നു ഇനീഷ്യലി. നമ്മൾ ബേസിക് സർക്യൂട്ട് പോലെ തന്നെ ഒരു സോഴ്സ് വോൾട്ടേജ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു R1 R2 പാരലായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോ റെഫർ ചെയ്യാം. പിന്നെ ഇത് ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ സ്ട്രക്ചറായിരുന്നു, R⁻, GM × V⁻, R0, RC, RE. അപ്പോൾ ഇങ്ങനെയായിരുന്നു ബേസിക്കലി നമ്മൾ ഇക്വാലൻറ്റ് സർക്യൂട്ട് ഉണ്ടായിരുന്നത് അല്ലേ. സോ ഇക്വാലൻറ്റ് സർക്യൂട്ടിൻ്റെ ബേസിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയെന്ന് വയ്ക്കുകയാണെങ്കിൽ അതിലൊന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് VS, സോഴ്സ് വോൾട്ടേജ് കൺസിഡർ ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുന്നത്, അതിനെ നമ്മൾ AV എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സോഴ്സ് വോൾട്ടേജ് റെഫർ ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്യും, അതിനെ നമ്മൾ AVS എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പാരാമീറ്റർ. അപ്പോൾ ഈ ഓരോ പാരാമീറ്ററായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയാം. ZIN അല്ലെങ്കിൽ RIN എന്നുള്ള പാരാമീറ്ററാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഈ ഒരു സർക്യൂട്ടിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാർക്ക് ചെയ്യുന്ന പാരാമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ എന്താണ് RIN, അതുപോലെ എന്താണ് ROUT എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് RIN ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണല്ലോ ആക്ച്വലി R ഇൻപുട്ട് അല്ലെങ്കിൽ Z ഇൻപുട്ട്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം, R ഇൻപുട്ട് അല്ലെങ്കിൽ Z ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ, ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, RB പാരലൽ ടു R⁻ ആണ്. എന്താണ് RB എന്നുള്ളത് ബേസിക്കലി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി RB അല്ലേ. ഈ RB എന്നുള്ള റെസിസ്റ്ററും R⁻ എന്നുള്ള റെസിസ്റ്ററിൻ്റെയും ബേസിലാണ് ഇതിൻ്റെ മൊത്തം ഇൻപുട്ട് റെസിസ്റ്റർ എടുക്കുന്നത്. നമ്മളിത് കൺസിഡർ ചെയ്യുമ്പോൾ RS എന്നുള്ള സോഴ്സ് റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ മൊത്തം സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പാരലൽ കോമ്പിനേഷൻ ഔട്ട്പുട്ടായിട്ട് എടുക്കാം. സോ RIN അല്ലെങ്കിൽ ZIN എന്ന് പറയുന്നത് RB പാരലൽ ടു R⁻ ആണ്. ഇത് പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നറിയാം, RB × R⁻ ഡിവൈഡഡ് ബൈ RB + R⁻ ഇതായിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. സോ ആക്ച്വലി ഞാൻ കണ്ടുപിടിക്കുന്ന വോൾട്ടേജ് ഗെയിൻ AV ആണ്. സോ വിത്തൗട്ട് കൺസിഡറിങ് ദി VS, സോഴ്സ് വോൾട്ടേജ് കൺസിഡർ ചെയ്യാതെ ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വലി എന്ത്, വോൾട്ടേജ് ഗെയിൻ അല്ലേ. അപ്പോൾ ഈ VSഉം RSഉം ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു പാരാമീറ്റർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ബേസിക്കലി പറയാം വോൾട്ടേജ് ഗെയിൻ എന്നുള്ളത് AV ആണ് അല്ലേ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ആക്ച്വലി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, Vout / Vin എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇതാണല്ലോ വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയുന്നത്. അപ്പോൾ ഈ Voutഉം Vinഉം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ബേസിക്കലി ഈ ഫിഗറിൽ നിന്ന് എനിക്ക് Vout കണ്ടുപിടിക്കാം. Vout എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു ഫിഗർ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ Vout കിട്ടും. Vout എന്നുള്ളത് എന്തൊക്കെ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് Vout ഇരിക്കുന്നത്. അപ്പോൾ മൊത്തം ഔട്ട്പുട്ട് സർക്യൂട്ടറിൻ്റെ വോൾട്ടേജ് ആണ് Vout എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുകയാണ് Vout.
വി ഔട്ട് നമുക്ക് എങ്ങനെ എഴുതാം ആക്ച്വലി? വി ഔട്ട് എന്നുള്ളത് ആക്ച്വലി എനിക്ക് എഴുതാം ഐ ഔട്ട് ഇൻറ്റു ആർ ഔട്ട് എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ആർ ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഫിഗറിൽ നിന്ന് ആർ ഔട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റർ ഈ 3 റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷനാണ് ആക്ച്വലി ഇവിടുത്തെ ആർ ഔട്ട് എന്ന് പറയുന്നത് അല്ലേ. അതുപോലത്തെ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു കറണ്ട് സോഴ്സാണ്. ആ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം GM/V ആണ് കറണ്ട് സോഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഒരു കറണ്ട് ഫ്ലോ ഡയറക്ഷൻ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മളിതിനെ -GM/V എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരിക. ഈ കറണ്ട് സോഴ്സിൻ്റെ ഡയറക്ഷൻ്റെ ബേസിലാണ് ഞാൻ ഈ സൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എങ്ങനെ വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറൻറ്റ്, അങ്ങനെയാണ് റെസിസ്റ്റൻസ് ഇൻറ്റു കറൻറ്റാണ് ആക്ച്വലി നമുക്കിവിടെ കിട്ടുന്ന വി ഔട്ട്. അപ്പോൾ നമുക്ക് വി ഔട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ വി ഔട്ട് ഈസ് നത്തിങ് ബട്ട്, വി ഔട്ടിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഐ ഔട്ടിന് പകരം എനിക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? -GM/V എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ആർ ഔട്ടിന് പകരം എനിക്ക് ഈ 3 റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആർ ഔട്ടായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? R0 പാരലൽ RC പാരലൽ RL, ഇതാണ് ആക്ച്വലി ആർ ഔട്ട് അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുന്ന പാരാമീറ്റർ. അപ്പോൾ വി ഔട്ട് എനിക്ക് കിട്ടി -GM/V R0 പാരലൽ RC പാരലൽ RL. യെസ്. അപ്പോൾ നമുക്ക് ബേസിക്കലി എങ്ങനെ എഴുതാം? വി പൈ അല്ലേ. വി പൈ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എന്തിന് ഇക്വാലൻ്റ് ആണ് നമുക്കറിയാം, ഈ ഫിഗറിൽ തന്നെ ക്ലിയർ ആണ്. വി പൈയും വി ഐനും ഓൾമോസ്റ്റ് ഇക്വാലൻ്റ് ആണ്. അപ്പോൾ വി പൈ ഈക്വൽ ടു വി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? വി ഔട്ട് ഈക്വൽ ടു -GM/V R0 പാരലൽ RC പാരലൽ RL എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് വോൾട്ടേജ് ഗെയിൻ AV ആണ്. AV നമുക്കറിയാം വി ഔട്ട് ബൈ വി ഇൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് വി ഔട്ട് അറിയാം, എന്താണ്? -GM/V ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL, ഇതാണല്ലോ വി ഔട്ട്, ഹോൾ ഡിവൈഡഡ് ബൈ വി ഇന്ന് നിങ്ങളിവിടെ ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി എന്നുള്ളത് വി ഇന്നായിട്ട് തന്നെ നമ്മൾ എടുക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ വി ഇൻ്റെ സ്ഥാനത്ത് നമ്മൾ വി എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ വി ഇന്നും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വി ഇന്ന് ആക്ച്വലി എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ഫൈനലി എ വിയുടെ വാല്യൂ എഴുതിക്കൂടെ? വാട്ട് ഈസ് എ വി ഹിയർ? എ വി ഈക്വൽ ടു -GM/R0 പാരലൽ RC പാരലൽ RL എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് കൺസിഡറിങ് ദി സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് ഗെയിൻ ഒന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇൻപുട്ട് ഇമ്പിഡൻസോ ഔട്ട്പുട്ട് ഇമ്പിഡൻസോ ഒക്കെ മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. പക്ഷേ വോൾട്ടേജ് ഗെയിനും പഠിക്കണം കേട്ടോ. വോൾട്ടേജ് ഗെയിനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം കാൽക്കുലേഷൻസ് എപ്പോഴും ഈ പാരാമീറ്റേഴ്സൊക്കെ ആവശ്യം വരും. ഇനി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് AVS വരെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് ഔട്ട്പുട്ട്. ഇപ്പോൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത പാരാമീറ്റർ AV വരെ ഡിറ്റർമൈൻ ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? വോൾട്ടേജ് ഗെയിൻ വിത്ത് കൺസിഡറിങ് VS കൂടിയും കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിനാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ VS എന്നുള്ള സോഴ്സ് വോൾട്ടേജ് കൺസിഡർ ചെയ്തില്ല. അപ്പോൾ നമ്മളിതിനെ AVS എന്നാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ AVS എഴുതിക്കൂടെ? വാട്ട് ഈസ് AVS? AVS ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ VS. ഇങ്ങനെ എഴുതിക്കൂടെ? AVS വി ഔട്ട് ഡിവൈഡഡ് ബൈ VS. ഇതായിരിക്കുമല്ലോ AVS എന്ന് പറയുന്നത്. അപ്പോൾ VS എന്നുള്ള പാരാമീറ്റർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് Vന് കണ്ടുപിടിക്കാം. കാരണം Vനും VSും റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് Vൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് Vn കണ്ടുപിടിച്ചൂടെ? സോ ഹൗ ടു ഡിറ്റർമൈൻ Vn? നമ്മൾ Vn നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു മൊത്തം സർക്യൂട്ടറിൻ്റെ Vn കാണാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസിനെയും കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ഞാൻ Rin എന്ന് വിളിക്കുകയാണ്. അതുപോലെ എനിക്ക് അഡീഷണലി വരുന്ന ഒരു റെസിസ്റ്റൻസ് ഈ RS ആണ് അല്ലേ. ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ എനിക്കിവിടെ Vn കണ്ടുപിടിക്കാം. വാട്ട് ഈസ് Vn ഹിയർ? VS ഇൻറ്റു Rin ഡിവൈഡഡ് ബൈ Rin പ്ലസ് RS. ആക്ച്വലി ഇത് വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. ഇന്ന് എനിക്ക് Vn കിട്ടും അല്ലേ.
അപ്പോൾ ഈ വി ഇന്നിൽ നിന്ന് ഞാൻ വി എസ് കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഇതാണല്ലോ ആക്ച്വലി വി ഇൻ വരുന്നത്. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ഇൻ ബൈ വി എസ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് വി ഇൻ ബൈ വി എസ്? ദിസ് ഇസ് ഈക്വൽ ടു ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻ പ്ലസ് ആർ എസ് എന്ന് എഴുതിക്കൂടെ? ആക്ച്വലി ഇതാണ് എനിക്ക് വി ഇൻ ബൈ വി എസ് കിട്ടിയത് അല്ലേ. അപ്പോൾ എനിക്കിവിടെ വി ഇൻ ബൈ വി എസ് കിട്ടി. ഇനി നമുക്കിപ്പോൾ പറയാം ആക്ച്വലി എന്താണ് എ വി എസ് എന്ന് പറയുന്നത്. എ വി എസ് എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി എസ് അല്ലേ? യെസ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? വി ഔട്ട് ഇൻറ്റു വി ഔട്ട് ബൈ വി എസ് ഇൻറ്റു വി ഇൻ ബൈ വി ഇൻ എഴുതാം. ഇത് ഞാൻ നേരത്തെ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വി എൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ വി ഇൻ ബൈ വി എൻ ആക്ച്വലി 1 ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഒരു ജനറൽ ഫോം നോക്കുകയാണെങ്കിൽ എനിക്കിതിനെ വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു വി ഇൻ ബൈ വി എസ് എന്ന് എഴുതാം. അപ്പോൾ വി ഔട്ട് ബൈ വി ഇൻ ഓൾറെഡി എനിക്കറിയാം വോൾട്ടേജ് ഗെയിൻ ആണ് എ വി. വി ഇൻ ബൈ വി എസ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ് വി ഇൻ ബൈ വി എസ്? ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻ പ്ലസ് ആർ എസ്. ആക്ച്വലി ഇതാണ് എ വി എസ് വരിക. ദിസ് ഇസ് എ വി എസ്, ദാറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ വിത്ത് കൺസിഡറിങ് ദ സോഴ്സ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എ വി എസ് കിട്ടി. ഇനി നമുക്ക് എ വിയുടെ ഡയറക്റ്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ വി ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൈനസ് ജി എം ഇൻറ്റു ആർ സീറോ പാരലൽ ആർ സി പാരലൽ ആർ എൽ. ഇതാണല്ലോ എ വി. ബാക്കി പാരാമീറ്റർ നമുക്കറിയാം ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻ പ്ലസ് ആർ എസ്. ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി കിട്ടുക. അപ്പോൾ ഇതാണ് ആക്ച്വലി ദ വോൾട്ടേജ് ഗെയിൻ വിത്ത് കൺസിഡറിങ് ദി സോഴ്സ് വോൾട്ടേജ്. സോഴ്സ് വോൾട്ടേജ് കൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഗെയിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എ വി എസ് ഡിറ്റർമൈൻ ചെയ്തു. ഇനി നമുക്ക് എ വി ഡിറ്റർമൈൻ ചെയ്തു. വോൾട്ടേജ് ഗെയിൻ വിത്ത് സോഴ്സ് ഡിറ്റർമൈൻ ചെയ്തു. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്തു. ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് ബേസിക്കലി ഔട്ട്പുട്ട് സർക്യൂട്ടറിയിലെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ആർ ഔട്ട് മാർക്ക് ചെയ്തതുകൊണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആർ ഔട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ സെഡ് ഔട്ട് അല്ലെങ്കിൽ ആർ ഔട്ടിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ വാല്യൂ വരിക? ആക്ച്വലി ഇതിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തത് നമുക്കിവിടെ പറയാം ആർ സി പാരലൽ ആർ സീറോ. ഇതാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തൊരു പോയിന്റ് വെച്ചിട്ടാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പറഞ്ഞത്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞത്. ഇതാണ് ആക്ച്വലി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പാരാമീറ്ററാണ് കറണ്ട് ഗെയിൻ അല്ലെങ്കിൽ എ ഐ. ഓൾറെഡി നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കുക. എ ഐ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ്. അതാണല്ലോ എ ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, അല്ലെങ്കിൽ ഐ ഔട്ട് ഡിവൈഡഡ് ബൈ ഐ. ഇതാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ ഔട്ടിനെ എനിക്ക് എങ്ങനെ എഴുതാം? കറണ്ട് ഔട്ട്പുട്ട്, ഇതിനെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന പാരാമീറ്റർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടുത്തെ കറണ്ട് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമ്പോൾ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യും? കറണ്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ മിക്ക സർക്യൂട്ട്സിലും ഫൈനലി ആർ ഇ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആർ എ അല്ല, ഇത് ആർ എൽ ആണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ള ഫോർമുലയിൽ ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താവും ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് വരിക? ഔട്ട്പുട്ട് കറണ്ട് ഈസ് നത്തിങ് ബട്ട് വി ഔട്ട് ബൈ ആർ എൽ. എന്താണ് ആർ എൽ? ഈ ഫൈനലി ഞാൻ യൂസ് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ആർ എൽ ഹോൾ ഡിവൈഡർ ബൈ ഐ. എന്താ വരിക? കറണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? വോൾട്ടേജ് ഇൻപുട്ട് ബൈ റെസിസ്റ്റൻസ് ഇൻപുട്ട് അല്ലേ. അപ്പോൾ ഈ മൊത്തം പാരാമീറ്ററിനെ ഞാൻ ആർ ഇൻ എന്ന് പറയുകയാണെങ്കിൽ, ഇതാണ് ആർ ഇൻ എങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ഇൻ ആണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? വി ഇൻ ബൈ ആർ ഇൻ എന്ന് പറയാം അല്ലേ. ദിസ് ഈസ് ആക്ച്വലി ദ കറണ്ട് ഇൻപുട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ പാരാമീറ്റർ എന്തായിരുന്നു? വി ഔട്ട് ബൈ ആർ എൽ ഹോൾ ഡിവൈഡർ ബൈ വി ഇൻ ബൈ ആർ ഇൻ അല്ലേ നമുക്ക് കിട്ടിയത്. ഏത്? എ ഐ എന്ന് പറയുന്നത് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു ആർ ഇൻ ബൈ ആർ എൽ എന്ന് എഴുതാം. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ വി ഔട്ട് ബൈ വി ഇൻ? നമുക്ക് ഓൾറെഡി അറിയാം. വി ഔട്ട് ബൈ വി ഇൻ ഈസ് നത്തിങ് ബട്ട് എ വി
അല്ലേ? എ വി ഇൻറ്റു ആർ ഇൻ ബൈ ആർ എൽ എന്ന് എഴുതാം. ഇതാണ് ആക്ച്വലി എൻ്റെ കറണ്ട് ഗെയിൻ ഇക്വേഷൻ വരുന്നത്, എ ഐ. അപ്പോൾ കറണ്ട് ഗെയിൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ് ബൈ ലോഡ് റെസിസ്റ്റൻസ്. ഈ രീതിയിൽ എനിക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം? കറണ്ട് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് കറണ്ട് ഗെയിൻ എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പാരാമീറ്റേഴ്സ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് പഠിച്ചു. ഇക്വാലൻറ്റ് സർക്യൂട്ടിൻ്റെ ബേസിൽ നമുക്ക് 5 പാരാമീറ്റേഴ്സ് ഡിറ്റർമൈൻ ചെയ്യേണ്ടെന്ന് പഠിച്ചു. ഇതിൽ ഇൻപുട്ട് ഇംപെഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്, വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് കൺസിഡറിങ് വി എസ്, അതുപോലെ വോൾട്ടേജ് ഗെയിൻ വിത്ത് കൺസിഡറിങ് വി എസ്, അതുപോലെ എന്താണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ്, അതുപോലെ എന്താണ് കറണ്ട് ഗെയിൻ. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. ഇതാണ് നമുക്കൊരു സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ സർക്യൂട്ടറി അടുത്ത വീഡിയോയിൽ ചെയ്യാനുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം, പ്രോബ്ലംസ് എങ്ങനെ വരാം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എക്സാമിന് നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ കണ്ടോ, യൂസിങ് മിഡ് ഫ്രീക്വൻസി മോഡൽ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എ ഐ എ വി സെഡ് ഐ സെഡ് ഒ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ. ഒന്നെങ്കിൽ മിഡ് ഫ്രീക്വൻസി മോഡൽ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഈ ഒരു കോൺസെപ്റ്റിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത് മെയിനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്ന്. ഓക്കെ.